പറഞ്ഞതിലും നേരത്തെയാണ് എമ്പുരാൻ എന്ന ബിഗ് ചിത്രത്തിന്റെ ട്രെയിലർ എത്തിയത്. ഇന്ന് ഉച്ചയോടെ എമ്പുരാന്റെ ട്രെയിലർ റിലീസ് ചെയ്യുമെന്നായിരുന്നു അണിയറ പ്രവർത്തകരെല്ലാം പറഞ്ഞിരുന്നതും. പക്ഷെ തീർത്തും അപ്രതീക്ഷിതമായിട്ടായിരുന്നു അർദ്ധരാത്രിയോടെ തന്നെ ട്രെയിലർ പുറത്തു വന്നിരുന്നത്. റിലീസിനായി മണിക്കൂറുകൾക്കകം തന്നെ ട്രെയിലർ മില്യൺ കണക്കിന് വ്യൂസ് നേടി ട്രെൻഡിംഗ് ആയി മാറുകയും ചെയ്തു. മലയാളത്തിൽ ഇതുവരെ കാണാത്തൊരു ആക്ഷൻ ത്രില്ലർ ആകും എമ്പുരാൻ എന്നാണ് ട്രെയിലർ കണ്ടവരുടെ എല്ലാം അഭിപ്രായം. ഇത്തവണ തിയേറ്റർ മാത്രമല്ല, മറിച്ച് പുറത്തെ മണ്ണ് വരെ കുലുങ്ങുമെന്നും ആരാധകർ പറയുന്നുണ്ട്. തിയേറ്റർ കത്തുമെന്ന കാര്യത്തിൽ ആരാധകർക്ക് യാതൊരു സംശയമില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇതിലും മികച്ചൊരു ട്രെയിലർ വരാനില്ലെന്നും ആരാധകർ അഭിപ്രായപ്പെടുന്നുണ്ട്. ട്രെയിലർ എന്ന് പറഞ്ഞാൽ ശരിക്കും ഇതാണ്. ഇത് പ്രതീക്ഷിച്ച ഇടത്തൊന്നും ആയിരിക്കില്ല നിൽക്കുക. സോഷ്യൽ മീഡിയ ആരാധകർ പറയുന്നതൊക്കെ ഇങ്ങനെയാണ്. മാസ് രംഗങ്ങളും ഡയലോഗുകളും നിറഞ്ഞ ട്രെയിലർ കാണുമ്പോൾ ചിത്രം കാണാനുള്ള വലിയ പ്രതീക്ഷയാണ് ഉയർന്നിരിക്കുന്നത്. ഇതിന് പിന്നാലെ ട്രെയിലറിനെ ഡീകോഡ് ചെയ്തുള്ള ചർച്ചകളും കാര്യമായി തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ട്രെയിലറിൽ മുഖം കാണിക്കാത്ത വില്ലൻ ആരെന്ന ചർച്ചകൾ ഇപ്പോൾ വ്യാപകമാണ്. ഇത് ഫഹദ് ഫാസിലാണോ അതോ വിദേശ താരമാണോ എന്നൊക്കെയാണ് ആരാധകർക്കിടയിലെ സംശയം. മാർച്ച് 27-നാണ് ചിത്രത്തിന്റെ റിലീസ്. ആദ്യ ഭാഗം ലൂസിഫർ നേടിയ വിജയത്തെക്കാളും വലിയ ഹിറ്റായി മാറും എമ്പുരാൻ എന്നാണ് ആരാധകരുടെ എല്ലാം പ്രതീക്ഷയും. മാർച്ച് 27-ന് രാവിലെ 6 മണിയോടെ ആഗോളതലത്തിൽ തന്നെ എമ്പുരാൻ എന്ന ബിഗ് ചിത്രം റിലീസ് ആകുകയാണ്. 3 ഭാഗങ്ങളിലായി കഥ പറയുന്ന സിനിമയുടെ 2ാം ഭാഗമാണ് എമ്പുരാൻ എന്നതും ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. മലയാള സിനിമ ഇത്ര പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മറ്റൊരു സിനിമയില്ല എന്നും പറയാം. പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ മോഹൻലാലിനൊപ്പം മഞ്ജു വാര്യർ, ടൊവിനോ തോമസ്, പൃഥ്വിരാജ്, സായ് കുമാർ, ഇന്ദ്രജിത്ത്, സാനിയ അയ്യപ്പൻ, സുരാജ് വെഞ്ഞാറമൂട്, ജെറോപ്പം ഫ്ലിൻ, അഭിമന്യു സിംഗ്, ബൈജു, സായ് കുമാർ, ആൻഡ്രിയ ടിവാറ്റൻ, സച്ചിൻ ഡെഡ്കർ, നൈല ഉഷ തുടങ്ങിയ താരനിരയാണ് അണിനിരക്കുന്നത്. ഇന്ത്യൻ താരങ്ങൾക്കൊപ്പം രാജ്യാന്തര താരങ്ങളും ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട് എന്നത് പ്രത്യേകതയുമുണ്ട്. ഒരു മലയാള സിനിമയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ റിലീസായിരിക്കും എമ്പുരാന്റേതെന്നതിലും ഒരു സംശയവുമില്ല. മലയാളത്തിന് പുറമെ ഹിന്ദി, തമിഴ്, കന്നഡ, തെലുങ്ക് ഭാഷകളിലും സിനിമ റിലീസിനായി എത്തുന്നുണ്ട്. അമേരിക്ക, UK, UAE, ചെന്നൈ, മുംബൈ, ഗുജറാത്ത്, ലഡാക്ക്, കേരളം, ഹൈദരാബാദ്, ഷിംല, ലേ തുടങ്ങിയ സ്ഥലങ്ങളിലായാണ് എമ്പുരാന്റെ ചിത്രീകരണം പൂർത്തിയായിരുന്നത്. ദീപക് ദേവ് ആണ് ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം. സുജിത് വാസുദേവ് ക്യാമറയും എഡിറ്റിംഗ് അഖിലേഷ് മോഹനുമാണ്. മലയാളം ഇൻഡസ്ട്രിയിലെ സകല കളക്ഷൻ റെക്കോർഡുകളും തൂക്കപ്പെടുമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. പാൻ ഇന്ത്യൻ റീച്ചുള്ള ഡയറക്ടർ ബ്രാൻഡായി പൃഥ്വിരാജ് സുകുമാരൻ മാറുമെന്നും അഭിപ്രായങ്ങളുണ്ട്. ശരിക്കും എക്സൈറ്റ്മെന്റ് ലെവൽ ഉയരുകയാണ്. ഗംഭീര ട്രെയിലറാണ് ചിത്രത്തിൻ്റെതെന്നും ആരാധകർ പറയുന്നു.